ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി അപ്രസക്തമായതോടെ പത്തനംതിട്ട ജില്ലയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ശബരിമല അവലോകന യോഗത്തിൽ തീർത്ഥാടകർക്കായി വിമാനത്താവളം ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു. ശബരിമലയ്ക്കടുത്ത് ലാഹ, പെരുന്നാട്, എരുമേലി, കുമ്പഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹാരിസൺ കൈവശം വെച്ചിരിക്കുന്ന എസ്റ്റേറ്റുകളാണ് സർക്കാർ പദ്ധതിക്കായി വിഭാവനം ചെയ്യുന്നതെന്ന് റാന്നി MLA രാജു അബ്രഹാം പറഞ്ഞു. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കുമ്പഴത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ ലാഹ തോട്ടമുണ്ട്. കോട്ടയം ജില്ലയിലെ ബിലീവേഴ്സ് ചർച്ചിന്റെ ഹാരിസൺ എസ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ 1000-2000 ഏക്കർ ഭൂമി കണ്ടെത്താനും ഒരു വിമാനത്താവളം എന്ന ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും കഴിയും. സർക്കാർ ഏറ്റെടുക്കുന്ന റബ്ബർ തോട്ടമായതിനാൽ മറ്റു വിവാദങ്ങളും എതിർപ്പും ഉണ്ടാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. പ്രവാസികൾ ഏറെയുള്ള പത്തനംതിട്ടയ്ക്കും സമീപത്തുള്ള കോട്ടയം, ഇടുക്കി ജില്ലകൾക്കും പുതിയ വിമാനത്താവളം ഗുണം ചെയ്യുമെന്നും സർക്കാർ കരുതുന്നു. എന്നാൽ ആറന്മുളയുടെ അനുമതി റദ്ദാക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി KGSുമായുള്ള ഒത്തുകളിയാണെന്നും ഇതിന് തെളിവുണ്ടെന്നും BJP വക്താവ് JR പത്മകുമാർ പറയുന്നു. പ്രഖ്യാപിച്ചിട്ടുള്ളത് KGS ഗ്രൂപ്പുമായി ചേർന്നിട്ടുള്ള ഒരു ഒത്തുതീർപ്പാണ്, ഒരു ഒത്തുകളിയാണ് എന്ന് BJP ആരോപിക്കുകയാണ്. പുതിയ വിമാനത്താവളം പണിയുമ്പോൾ KGSന് പങ്കുണ്ടാകുമെന്നാണ് BJP സംശയിക്കുന്നത്. ആറന്മുളയിൽ വികസനത്തിന് തടസ്സം നിന്ന ആരോപണവും പുതിയ പദ്ധതിയോടെ ഇല്ലാതാകുമെന്നും കരുതുന്നു. പരിസ്ഥിതി ആഘാതവും ജനങ്ങളുടെ പ്രതിഷേധവുമാണ് ആറന്മുള വിമാനത്താവളത്തിന് തടസ്സമായത്. ഇവ ഒഴിവാക്കി വിവാദങ്ങളില്ലാത്ത ഒരു വിമാനത്താവളം പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം P. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.